നമ്മളുടെ ശരിക്കുള്ള നാച്ചുറൽ കളറിനെ മാറ്റി ഒരു വൈറ്റ് സ്കിൻ ആക്കി മാറ്റുക എന്നുള്ളത് അത് ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കുമോ? സ്കിൻ കളറിനെ വെച്ച് ഇന്ന് തുടങ്ങിയതല്ല, അതെ, പണ്ട്. സെഞ്ചുറീസ് ആയിട്ട് ഉള്ളതാണ്. ചില കളറിനോടുള്ളൊരു പ്രിഫറൻസ് ഒക്കെ ഉള്ളത്. ഇപ്പം അതിന് ചില ട്രീറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. അതിന് സർജറി ചെയ്താലും ഇല്ല, ചില ഇഞ്ചെക്ഷൻസ് ചില ഗുളികളൊക്കെ അതെ. ഉള്ളതായിട്ടുണ്ട്. അതെൻ്റെ മേഖല അല്ല, അത് കൂടുതലും ഡെർമറ്റോളജിക്കാരും കോസ്മെറ്റോളജി സൈഡിലുള്ളവരാണ് ചെയ്യുന്നത്. പിന്നെ ദൂഷ്യഫലങ്ങൾ അധികം ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓരോ ആൾക്കാരുടെയും ആവശ്യം പോലെയാണ്. ചിലർക്ക് തൊലി കുറച്ച് വെളുത്താലേ അവരുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. ഇപ്പോൾ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാറ്റ് കുറയ്ക്കാനുള്ള സർജറീസ് അതെ 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 ചെയ്യാറുണ്ടെന്നുള്ളത്. അതെ. ഈ പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ സ്കിന്നി ആയിട്ടിരിക്കണം, പ്രത്യേകിച്ച് ഗ്ലാമർ ഫീൽഡിലുള്ളത്. അപ്പോൾ ഈ ഫാറ്റ് കുറയ്ക്കാനുള്ള ഈ ഒരു സർജറി ചെയ്യാന്നുള്ളത് പൊതുവേ നമ്മൾ ഡയറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുന്നതിന് പകരം നമ്മളൊരു പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ ഈ സർജറി ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? അതൊരു ശരിയായ രീതിയിലുള്ള ഒരു പ്രോസസ്സാണോ? കാരണം ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുന്നതിന് പകരം ഈ സർജറി ചെയ്ത് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ശരിയായ രീതിയിലൊരു പ്രോസസ്സാണോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചോദിച്ച പ്രൊസീജിയറിൻ്റെ പേര് ലൈപ്പോസെക്ഷൻ എന്നാണ്. ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോൾസ് സ്കിന്നിലിട്ട് അതിലൂടെ ഈ ഫാറ്റ്, സ്കിന്നിനടിയിലുള്ള ഫാറ്റ് സക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് ബോഡി ഷേപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ. ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വഴി ഫുഡ് കൺട്രോള്, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സസൈസ്, അതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുഡ് കൺട്രോളാണ്. അതിലൂടെ ക്രമേണ വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുന്നതിലൂടെയുള്ള നമുക്ക് പല ആരോഗ്യ ബെനിഫിറ്റ്സുകളും അതിലൂടെ നമുക്ക് കിട്ടും. അത് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലതും നമ്മൾ ഉപദേശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ ചില കേസസിൽ ചില ആൾക്കാരിൽ വണ്ണം കുറഞ്ഞാലും ചില ഭാഗങ്ങളിൽ നിന്ന് ഫാറ്റ് പോവാതെ എങ്ങനെ ഇരിക്കും. റെസിസ്റ്റൻറ്റ് ബോഡി ഫാറ്റ് എന്ന് പറയും. ചിലർക്ക് അത് വയറിലായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഹിപ്സിലായിരിക്കും, ചിലപ്പോൾ ബട്ടക്സിലായിരിക്കും, ചിലർക്ക് കയ്യിലായിരിക്കും. എത്ര മെലിഞ്ഞാലും കൈക്ക് വണ്ണം കൂടുതൽ. അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി അവരെ കൊണ്ട് ചെയ്യാവുന്നത് പലതും ട്രൈ ചെയ്തു. പക്ഷേ ഇത് മാത്രം ഇരിക്കുന്ന കാരണം അവർക്കൊരു വിഷമം ഉണ്ടാവും. ബാക്കിയെല്ലാം ശരിയായി, ഇത് മാത്രം ശരിയായില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ അത് അവർ ചെയ്ത എഫേർട്ടിന് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അവർക്കൊരു അതിലൂടെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും എല്ലാം കിട്ടുന്നു. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അത് കൂടാതെ ഒരു ചുരുക്കം ചില കേസസിൽ പെട്ടെന്നൊരു ഫാസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് കട്ടിലൂടെ ചിലർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഫാറ്റ് കുറയ്ക്കാനുണ്ടാവും. എക്സസൈസ് ചെയ്യുമ്പോൾ പതുക്കെ പോവുള്ളൂ. ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച എക്സസൈസ് ചെയ്തു, ഡയറ്റ് ചെയ്തു, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് പോകും. ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അത് കുറയാത്തത്? അത് ബോഡിയുടെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. പലരുടെയും ഈ എനർജി ബേണിംഗ് മെറ്റബോളിസം പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും, ചിലർക്ക് സമയം എടുക്കും. അപ്പോൾ വെയിറ്റ് കുറയാൻ സമയം എടുക്കുന്നവർ 2-3 ആഴ്ച പ്രയത്നിച്ചു, വെയിറ്റ് പോകുന്നില്ല. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് പോയി, പിന്നെയും പോയി ഉടനെ കഴിച്ചു തുടങ്ങും, പിന്നെയും വെയിറ്റ് കൂടും. അങ്ങനെ ഒരു സൈക്കിൾ വരും. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ, ഇപ്പോൾ വയറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്താണ് കൂടുതൽ ഫാറ്റ് ഉള്ളത്, അതൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഒന്ന് കൂടും. പിന്നെ അവർക്ക് നന്നായിട്ട് എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനത്തെ ഹെൽത്തിയർ ഹാബിറ്റ്സിലേക്ക് തിരിച്ചു വന്നത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ടും ചില അവസരങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ചെയ്യാവുള്ളൂ. ഈ ലൈപ്പോസെക്ഷനൊക്കെ ചെയ്ത് പിന്നെയും തിരിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊഴുപ്പടിയും. അപ്പോൾ കൂടുതൽ ഫാറ്റ് കൂടില്ല. ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ശേഷിയോ കഴിച്ച ഭക്ഷണത്തിന്, അമിതമായ ഭക്ഷണത്തിനെ കൊഴുപ്പാക്കാനുള്ള കഴിവിനെയോ ഒന്നും നമ്മളിതിലൂടെ മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ളവരിൽ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിന് നല്ലൊരു ബെനിഫിറ്റാണ്. ആളുടെ ഒരു ബോഡി ഇമേജ് ഒക്കെ മാറ്റി ഒന്നൊരു കോൺഫിഡൻസ് ആക്കി ഒക്കെ ചെയ്യാനായിട്ട് ഒരു നല്ല ബെനിഫിഷ്യലാണ്. ഡോക്ടർ, നമ്മൾ ഈ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പലപ്പോഴും ഈ ക്രീമുകൾ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കറുത്തിരിക്കുന്ന സ്കിൻ ഈ ക്രീം ഇട്ട് കഴിയുമ്പം വെളുത്ത് വരുന്നു 2 വീക്സ് കഴിയുമ്പോൾ. അപ്പോൾ ഈ വൈറ്റ് സ്കിൻ ആവാനുള്ള ക്രീമുകൾ ഈ മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ക്രീം പലപ്പോഴും ഈ സ്കിൻ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇത്തരം ക്രീമുകൾ ഡയറക്റ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചിടുന്നത് സേഫാണോ? അല്ല, സേഫ് അല്ല. കാരണം പല ക്രീംസിനകത്തും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പലതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ അതിന് ചില കാലപരിധിയുണ്ട്. ലോങ് ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിനെ ഡാമേജ് ചെയ്യാവുന്ന ചില ക്രീംസ് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കണ്ട് അവരുടെ ഉപദേശപ്രകാരം, അവരുടെ ഗൈഡൻസിലും, ഡോക്ടർ ഉപദേശിച്ച് സ്റ്റാർട്ട് ചെയ്താലും പിന്നെ ഫോളോ അപ്പിന് പോയി കാണിച്ച് അങ്ങനെയൊക്കെ വേണം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്.
സ്വയം ചികിത്സ നല്ലതല്ല. ഡോക്ടർ, നമ്മൾ ഈ പൊതുവെ ഇനാഗ്രേഷനിൽ ആർട്ടിസ്റ്റുമാരെ കുറിച്ചുള്ളൊരു വലിയൊരു വിമർശനം പബ്ലിക്കിൽ നിന്ന് വരുന്നത് അവർ വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് നാച്ചുറലായിട്ടുള്ള അവരുടെ ബോഡിയല്ല, പലതും വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഇതിപ്പം സർജറിയിലൂടെ ഉള്ള ഇത് മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അത് ഇത്തരം സർജറികൾ ബോഡിയിൽ ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ? ഈ ആർട്ടിസ്റ്റ് ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. വെച്ച് കെട്ടാണോ സർജറി ആണോ എന്നറിയില്ല. എന്തായാലും ഇതിന് വളരെ ഒരു ഡിമാൻഡ് ഉള്ള കാരണമാണല്ലോ അവർ ചെയ്തിരുന്നത്. അപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്തായാലും ചെയ്തവർക്ക് ഗുണമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ നമ്മളുടെ ബോഡി സൈസ്, ചില ഭാഗങ്ങളുടെ സൈസ്, ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ആയാലും ബട്ടക്സിൻ്റെ സൈസ് ആയാലും കൂട്ടാനായിട്ട് സർജറി ഉണ്ട്. സർജറിയിലൂടെ ഒരുപാട് ചെയ്യുന്നതാണ്. ഫാറ്റ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിലിക്കോൺ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ ഇതെല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 10, 30, 40 കൊല്ലമായിട്ട് ഉള്ള ഇംപ്ലാന്റുകളും അതിൻ്റെ പുതിയ പുതിയ വേർഷൻസും ഒക്കെയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡികളും റിസർച്ചും എല്ലാം ഒരുപാട് നടന്നിട്ടുണ്ട്. അതിലെല്ലാം ഇംപ്ലാന്റ്സ് സേഫാണ്. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ഡോക്ടർ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ, പ്രോപ്പർലി സെലക്റ്റഡ് ഇംപ്ലാന്റ്സ് ചെയ്യുവാണെങ്കിൽ സേഫ്റ്റിക്ക് കുഴപ്പമില്ല. ബോഡിക്കും ഇതുകൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രൂവൺ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഇല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളും ഈ മുഖത്ത് ഈ ചുളിവുകൾ മാറ്റാനായിട്ട് ഈ ഗ്ലൂട്ടത്തിൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും ശരീരത്ത്? അല്ല, അത് ചെയ്യുന്നുണ്ട് യാതൊരുവിധ കുഴപ്പമില്ല? അത് നല്ലതായിട്ട് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് അല്ല, ഇതിനുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. സേഫ് ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് കഴിഞ്ഞാൽ സർജറി കൂടാതെയുള്ള ചില ചികിത്സകളുണ്ട്. ഇപ്പോൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ, ഫില്ലർ ഇഞ്ചെക്ഷൻ, അത് ഒരുപാട് ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ മിക്കവാറും നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു 40+ ആയിട്ടുള്ളവരെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ സേഫ്റ്റിയാണ്, അതിന് കുഴപ്പമില്ല. അതിനും ചില സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഗൈഡ് ലൈൻസ് പാലിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് കൂടാതെ ആൻറ്റി ഏജിങ്ങിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ പീലിംഗ്, അങ്ങനെ പല ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സ്കിൻ ടൈറ്റനിങ്ങിന് സർജറി കൂടാതെ പുറത്തുനിന്ന് ചെയ്യാവുന്ന ടൈറ്റനിങ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ടൈറ്റനിങ് ഉണ്ട്. റേഡിയോ ഫ്രീക്വൻസി ടൈറ്റനിങ് അങ്ങനെ ഉണ്ട്. സർജറി കൊണ്ട് ടൈറ്റനിങ് ചെയ്യുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരുപാട് ഫേസ് തൂങ്ങി വരുമ്പോൾ സർജറി ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് തിരിച്ച് നമ്മളൊരു യൂത്ത്ഫുൾ അപ്പിയറൻസിനായിട്ട് ഫേസ് ലിഫ്റ്റ്, ഐബ്രോ ലിഫ്റ്റ്, അങ്ങനെ സർജറി കൊണ്ടും ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നതാണ്. സർജറീസാണ്. നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ വ്യാപകമായി കേൾക്കുന്ന ഒന്നാണ് ഈ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നു, കൊറിയക്കാരെ പോലെ സ്കിൻ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. ഈ കൊറിയൻ സ്കിൻ കെയർ എങ്ങനെയാണ്? അത് നമ്മളുടെ ഇവിടുത്തെ ഒരു ചുറ്റുപാടിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒന്നാണ് ഈ കൊറിയൻ സ്കിൻ കെയർ? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡിങ് ആയിട്ട് ഓരോ സാധനങ്ങൾ വരും. ഒരേ സാധനം തന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ ഒരു വേറൊരു പേരിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പാക്കേജിങ് ചെയ്ത് ഇറക്കുക. ഈ കൊറിയൻ സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. പക്ഷേ അത് ഡോക്ടർമാരാണ് ചെയ്യുന്നത്, പ്രോപ്പർലി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഈ പേര് കേട്ടോ അല്ലെങ്കിൽ ചില ട്രെൻഡിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്താണ് നമ്മുടെ പ്രോബ്ലം, അതിനെന്താണ് നല്ലതെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുക. അല്ലാതെ എനിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണോ, അത് പലരും ചെയ്യുന്നുണ്ടല്ലോ, ഞാനിത് പോയി ചെയ്യാൻ അങ്ങനെ നമ്മളിപ്പോൾ ഈ കടയിൽ ഒരു സാധനം പോയി മേടിക്കുന്ന പോലെ അല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പോയി വിചാരിക്കും അത് എനിക്ക് മേടിക്കണം അടുത്ത കൊല്ലം. അപ്പം അങ്ങനെയല്ല ഇതിനകത്ത് നമ്മൾ സമീപിക്കേണ്ടത്. നമുക്ക് എന്താണ് പ്രോബ്ലം അത് ഡോക്ടറോട് പറയുക, അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണ് അത് നമ്മൾ ചെയ്യുക. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഗ്ലൂട്ടാത്തയോൺ എടുത്താൽ അല്ലെങ്കിൽ 3 4 സിറ്റിംഗ് മതി ഏത് കറുപ്പും വെളുപ്പാകും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫാഷൻ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കൊറിയൻ സ്കിൻ കെയർ, അതാണ് ഇപ്പോഴത്തെ വൈറൽ ഐറ്റം. കൊറിയക്കാരുടെ പോലെയുള്ള ഗ്ലാസി സ്കിന്ന്, അതുമാണ് ഇപ്പോഴത്തെ യുവ ജനതയുടെ ആവശ്യം. യുവാക്കളും പെൺകുട്ടികളും അങ്ങനെ എല്ലാവരും ഗ്ലാസ് ടൈപ്പ് സ്കിന്നിന് പുറകെയാണ്. അതിനുവേണ്ടി ക്രീമുകൾ ഇടുന്നു. അതിന് എത്രയും ബെറ്റർ ആയിട്ട് നോ മേക്കപ്പ് ലുക്കിൽ ഈ ഗ്ലാസ് സ്കിൻ വേണം, അതും നല്ല ഫ്ലോലെസ് ആയിട്ട്. അങ്ങനെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല വച്ചുകെട്ടലുകൾക്കും ഇന്ന് കുറവൊന്നുമില്ല.
എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ്? വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഡെയിലി ഗ്ലൂട്ടാത്തിയോൺ കഴിക്കുക, ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചെക്ഷൻസ് എടുക്കുക. ഒരു 4-5 സിറ്റിംഗ് കഴിയുമ്പോഴേക്കും ഏത് പ്രായമുള്ള ആളെയും പ്രായം കുറച്ച് യുവത്വത്തിലേക്ക് എത്തിക്കാൻ ഈ ഇഞ്ചെക്ഷന് പറ്റും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ? ഗ്ലൂട്ടാത്തിയോൺ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാം, നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും നല്ലതാണോ? ഇതെല്ലാം എല്ലാ ശരീര പ്രകൃതിക്കാർക്കും നല്ലതാണോ? ഇതൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾ. മുൻപൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ മതി എന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. എന്നാൽ ഇതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുമില്ല. നമ്മുടെ സ്കിന്നും നമ്മുടെ തലമുടി, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെയാണ് ഇന്ന് ജനറേഷൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. എന്നാൽ എളുപ്പത്തിൽ ഇതൊക്കെ എങ്ങനെ കിട്ടാം എന്നൊരു കാര്യം കൂടി ഇതിന് പുറകിലുണ്ട്. എന്നാൽ ഈ എളുപ്പം നോക്കി പോകുന്നവർക്ക് 8ന്റെ പണി കിട്ടുമെന്ന് പറയുകയാണ് ഡോക്ടർ ഹരികുമാർ. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്കിൻ കെയറിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ വ്യക്തമായി കിട്ടും. എന്താണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ കൊറിയൻ സ്കിന്നിനെ പറ്റിയൊന്നും തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴും ഈ ഗ്ലൂട്ടാത്തിയോണിനെ പറ്റിയും അതിന്റെ മറ്റ് ഇഞ്ചക്ഷനെ പറ്റിയുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വച്ചുകെട്ടലൊക്കെ നടത്തുമ്പോൾ അത് ചെയ്യുന്നവർക്ക് കുറച്ച് ലാഭമുണ്ടാകും, പണമൊക്കെ കിട്ടുമായിരിക്കാം. എന്നുള്ളത് അത്ര നല്ല സംഭവമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് നമ്മൾ കൊടുത്താലും അത് നെഗറ്റീവായിട്ടേ വരികയുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാളുടെ ശരീരപ്രകൃതി ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഹോർമോൺ ചേഞ്ച് വ്യത്യാസമായിരിക്കാം, അവരുടെ ഹോർമോൺ ലെവലുകളും ബ്ലഡ് ലെവലുകളും എല്ലാം വ്യത്യസ്തമായിരിക്കും. ആ ബ്ലഡ് ലെവലുകളും ഹോർമോൺ ലെവലുകളും എല്ലാം കൃത്യമായി ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഓരോ ശരീരത്തിനും എന്ത് കൊടുക്കണമെന്ന് നോക്കാൻ. ചിലപ്പോൾ ഒരാൾക്ക് ബെറ്റർ ആയത്, നല്ലതായത് മറ്റൊരാൾക്ക് നല്ലതായിരിക്കണമെന്നില്ല. പഞ്ചസാര കഴിക്കാൻ പാടില്ലാത്ത ഒരാൾ ഡെയിലി പഞ്ചസാര കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് ഏത് സാധനവും. എന്തും നമ്മുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഗ്ലൂട്ടാത്തിയോൺ വീട്ടിൽ പോലും ഉണ്ടാക്കി കഴിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പല മേക്കപ്പ് പ്രോഡക്ട്സുകളും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്.